കുടുംബമാണ്. ഈ കുടുംബത്തിലെ ഈ മാതാവ് എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു. അവർ വളരെ ക്രൂരമായ വിനോദം നടത്തുന്നയാളാണ് ഈ ജിസ്മോളോട്. കാരണം അവരെക്കുറിച്ച് നാട്ടിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ മോശമായൊരു സ്വഭാവമുള്ള സ്ത്രീയാണ്. എല്ലാവരെയും ഇതുപോലെ കോട്ടയം ഏറ്റുമാനൂരിലെ ജിസ്മോളും 2 മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് അവരുടെ സംസ്കാരം. ജ്ഞാനായ സഭയുടെ നിയമം അനുസരിച്ച് ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവിന്റെ ഇടവകയിലാണ് അടക്കം ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ജിസ്മോളുടെ ഇടവകയിൽ തന്നെയാണ് അടക്കം ചെയ്യാൻ പോകുന്നത്. വീണ്ടും ഈ പെൺകൊച്ചിനെ 2 മക്കളെയും അവിടെ കൊണ്ടുപോയി സംസ്കരിക്കേണ്ട ഒരാവശ്യവുമില്ല. കാര്യം അത്രയ്ക്ക് മാനസികമായിട്ടുള്ള പീഡനങ്ങളും ക്രൂരമായ മർദ്ദനങ്ങളുമായിരുന്നു ഈ ഒരു പെൺകുട്ടി നേരിട്ടുകൊണ്ടിരുന്നത്. കാര്യം നിറത്തിന്റെ പേരിൽ വരെ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിലാണ് സഹോദരൻ എന്ന് പറയുന്നത്. വളരെ കഷ്ടം തോന്നുന്നു. കാര്യം ഇപ്പോഴും നമ്മുടെ ഇന്നത്തെ കാലത്തും ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞിട്ട് ആക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവരൊക്കെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? ശരിക്കും കാശുണ്ടായാൽ പോരാ, വിവരം എന്ന് പറയുന്നത് വേണം. ഇവരുടെ ഒരു കല്യാണ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഡാനി സത്യൻ എന്ന് പറയുന്ന ചാനലിനകത്ത് ഡാനി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ കല്യാണ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സന്തോഷമായിട്ടാണ് ആ ഒരു പെൺകുട്ടി നിൽക്കുന്നതെന്ന്. അതായത് കല്യാണം കഴിച്ച് ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ ആ ഒരു പെൺകുട്ടി എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത്? ഭർത്താവിൽ നിന്നുള്ളൊരു സ്നേഹം അല്ലേ? അമ്മായിമ്മ പോലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭർത്താവ് ഈ പറയുന്ന രീതിയിലുള്ള സ്നേഹവും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഭാര്യമാർക്ക് അത് ഭയങ്കര ഒരു താങ്ങും തണലുമായിരിക്കും. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ വീട്ടിലുള്ള സകലമാന പേരും ജിസ്മോളുടെ അടുത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. ഇവനൊക്കെ എന്തിനാണോ എന്തോ ഈ പകൽമാനിയും ചമഞ്ഞിട്ട് ഈ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്? വെറും നാണം കെട്ട നാറികളാണ് ഇവനൊക്കെ. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് നടക്കാൻ പോകുന്ന സംസ്കാരത്തെ പറ്റിയിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തയിലേക്ക്. പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ചെറുകര സെയിന്റ് മേരീസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ ഇന്നത്തെ സംസ്കാര ചടങ്ങുകൾ ഒരു വശത്ത്, ഒപ്പം ഇന്നലെ വീട്ടിൽ ജിസ്മോളുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേരുമോ? ഫോൺ പിടിച്ചു വെച്ചു, അങ്ങനെ പല പല വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. എന്തൊക്കെ പരാതികളാണ് ഇപ്പോൾ കുടുംബം കൂടുതലായി ഉന്നയിക്കുന്നത്? തീർച്ചയായും ഗാർഹിക പീഡനം അതിന്റെ പരിധിയിൽ വരുന്ന ഒരുപാട് ആരോപണങ്ങൾ തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. അത് ഇന്നലെയും ജിസ്മോളുടെ സഹോദരൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഈ ഫോൺ പിടിച്ചു വെക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല, മിനിയാന്ന് രാത്രിയാണ് ജിസ്മോളുടെ ചേച്ചി വിദേശത്ത് നിന്ന് എത്തിയത്. ജിസ്മോൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇന്നലെയാണ് കുടുംബം പരാതി കൊടുക്കുന്നത്. ആ പരാതി കൊടുത്ത് ഇറങ്ങുന്ന സമയത്തായിരുന്നു സഹോദരൻ കുറച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ജിസ്മോളുടെ സഹോദരി അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സഹോദരി മനഃപൂർവ്വം ഈ വീട്ടുകാരടുത്ത് പറഞ്ഞില്ല. പറയാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടായിരുന്നു പറയാഞ്ഞത്. അങ്ങനെ പകുതി കാര്യങ്ങളും മറച്ചു വെച്ചിരിക്കുമായിരുന്നു, ഈ നിറത്തിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ. അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞു വരുന്നത്. അവരോട് പല കാര്യങ്ങളും ജിസ്മോൾ പറഞ്ഞിട്ടുണ്ട്. അച്ഛനോടും സഹോദരനോടും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ദുഃഖമുണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയരുതെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ഇന്നലെ അത്തരം കാര്യങ്ങൾ കൂടി മൊഴിയായി വന്നിട്ടുണ്ട് പോലീസിന് മുന്നിൽ. തീർച്ചയായും ഈ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള കുറഞ്ഞ സ്ത്രീധനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും തുടങ്ങി നിരവധി ശാരീരിക പീഡനം വരെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. സ്വാഭാവികമായിട്ടും പോലീസിന് കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കേണ്ടി വരും. മാത്രമല്ല, കേസിന്റെ നിലനിൽപ്പിന് വേണ്ടി കൂടുതൽ തെളിവുകൾ പോലീസിനെ സംബന്ധിച്ച് ഹാജരാക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും തെളിവുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. തെളിവുകളൊന്നും ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരൊക്കെ വീണ്ടും നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു കൂസലും ഇല്ലാതെ ഇറങ്ങി നടക്കും. കാര്യം ഒരു സ്ത്രീകൾക്കും ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാര്യം അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഈ ഒരു സ്ത്രീ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത് ആ ഒരു കുടുംബത്തിൽ നിന്ന്. ശരിക്കും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. എന്തിന് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാര്യം ഇവർക്ക് നിയമത്തിന്റെ വഴിയിൽ പോകുമായിരുന്നു. നിയമത്തിന്റെ വഴിയിൽ പോയായിരുന്നെങ്കിൽ അവരെ നല്ല രീതിയിൽ വെള്ളം കുടിപ്പിക്കായിരുന്നു. അതായിരുന്നു ഇതിനകത്ത് ചെയ്യേണ്ടത്. ശരിക്കും ഇത്രയും ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള ഒരു സ്ത്രീ ഈ 2 പിള്ളേരെയും കൊണ്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യരുതായിരുന്നു. ഇനിയെങ്കിലും ഇതൊക്കെ കാണുന്നവർക്ക് ഇതൊക്കെ ഒരു വലിയൊരു പാഠമാവട്ടെ. കാര്യം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയുക. ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല.
വൈകാതെ ഇത് സംബന്ധിച്ച് ഉണ്ടാകും. ഇന്ന് എന്തായാലും സംസ്കാര ചടങ്ങുകൾക്കുള്ള സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ്. ഇരു കുടുംബങ്ങളും തമ്മിലുണ്ടായ ധാരണ പ്രകാരം ഈ ഭർത്താവിന്റെ വീടിന്റെ ഇടവക പള്ളിയുടെ പാരിഷ് ഹാളിൽ രാവിലെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. ഏതാണ്ട് അല്പസമയത്തിനുള്ളിൽ ഏതാണ്ട് 9 മണിയോടുകൂടി മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവിടെ 1 മണിക്കൂറായിരിക്കും പൊതുദർശനം ഉണ്ടാകുക. അതിനുശേഷം നേരത്തെ പറഞ്ഞ ചെറുകര പള്ളിയിലേക്ക്, ജിസ്മോളുടെ വീടിന് സമീപത്തുള്ള ക്നാനായ പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ വീട്ടിൽ കൊണ്ടുപോകും. അതിനുശേഷം പള്ളിയിൽ സംസ്കാരം. 3 മണിക്കാണ് സംസ്കാരം ഉള്ളത്. എന്തായാലും നിരവധി വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ട ഒരു കേസാണ്. അത് പോലീസ് അന്വേഷണത്തിലൂടെയാണ് പുറത്തു വരേണ്ടത്. ഈ മരണത്തിൽ തന്നെ സംശയം കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ CCTV അടക്കമുള്ളവ പരിശോധിച്ച് കൂടുതൽ വ്യക്തത വരുത്തി കൂടുതൽ വകുപ്പുകൾ ചേർക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പം ഇതായിരുന്നു കാര്യം. എന്തായാലും ജിസ്മോളുടെ ഇടവകയിലാണ് ഇപ്പം അടക്കം ചെയ്യാനായിട്ട് പോകുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഷൈനി എന്ന് പറയുന്ന ഒരു കേസ് നിങ്ങൾക്ക് അറിയാലോ. ഷൈനിയുടെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? ഷൈനിയെ ഈ പറയുന്ന ഭർത്താവിന്റെ ഇടവകയിലായിരുന്നു അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുതായിരുന്നു. പക്ഷെ ഇവിടെ ഈ കുടുംബം വാശി പിടിച്ചു, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഇത് അടക്കം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും അനുഭവിച്ചു, ഇനിയും എന്തിനാണ് ഈ 2 മക്കളെയും ഈ ഒരു സ്ത്രീയും കൂടെ അവരുടെ ഇടവകയിൽ കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഇത് അവരുടെ ഈ ക്നാനായ എന്ന് പറയുന്ന ഇവരുടെ സഭയുടെ നിയമത്തിനെതിരായിരിക്കാം. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഒരു മാതാപിതാക്കൾക്ക് മനസ്സ് വരത്തില്ല അവിടെ കൊണ്ടുപോയി അടക്കം ചെയ്യാനായിട്ട്. എന്തായാലും ഈ ഷൈനിയുടെ കേസിൽ ശരിക്കും പറഞ്ഞാൽ അതിന് പ്രതികരിക്കണമായിരുന്നു. അതിന് പ്രതികരിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഷൈനിയെ സംബന്ധിച്ച് ഷൈനിയുടെ സ്വന്തം വീട്ടുകാർ പോലും ഷൈനിയുടെ ബോഡിക്ക് വില വേശുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വോയിസ് ഒക്കെ നമ്മൾ കേട്ടതാണ്. ഓക്കെ, ഇനി ഈ ഒരു വിഷയത്തിൽ തുടക്കം തൊട്ടേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് അവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാരെ പറ്റി. അവരുടെ മൊഴിയാണ് ഈ ഒരു കേസിലെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒരു സംഭവം. പക്ഷേ ഈ നിമിഷം വരെ ആ ഒരു സ്ത്രീ ഇതിനെ പറ്റിയിട്ട് ഒരു അക്ഷരവും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. അവർക്കൊന്നും അറിയാത്ത രീതിയിലാണ് അവർ അഭിനയിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ നാത്തുമാരെ കണ്ടമാനം പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും മനസ്സറിവുണ്ടോ? എനിക്കൊരു മനസ്സറിവില്ല, എനിക്കറിയത്തില്ല. ഒരു മനസ്സറിവില്ല, ഒരു കാര്യത്തിലും മനസ്സറിവില്ല. ചെന്നിട്ട് നിൽക്കാൻ നേരമുണ്ട്. എന്നാലും ഒരു കുടുംബമായിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിൽക്കുമ്പോൾ കാരണവന്മാർ എന്തെങ്കിലും കാര്യങ്ങൾ പറയാലേ ചേച്ചി? അവരെ കാരണവന്മാർ അവരെന്തെങ്കിലും അവരും ഞങ്ങളുമായിട്ട് ഒത്തിരി നമ്മൾ ജോലി. ജിസ്മോളെ ഇഷ്ടമായിരുന്നു ഈ അമ്മായിപ്പനും അമ്മായിമ്മയ്ക്കും ജിസ്മോളെ പൊന്നുമോളായിട്ടാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. സ്വന്തം മോളെക്കാളും കാര്യമായിട്ടാണ് കരുതിക്കൊണ്ടിരുന്നത്. മക്കളെന്ന് പറഞ്ഞാൽ കാര്യമായിരുന്നു. പിന്നെ അപ്പനാണേലും വലിയ കാര്യമുള്ള മനുഷ്യനാണ് അയാൾ. പുള്ളിക്കാരൻ ഫുഡ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ, മീനൊക്കെ ആണെങ്കിലും 10,000-3000 രൂപയുടെ സാധനം കൊണ്ട് ഒന്നിച്ച് മേടിച്ചുകൊണ്ടൊന്ന് കട്ട് ചെയ്ത് പാത്രത്തിൽ ഞങ്ങൾ വെച്ചിട്ട് കുറച്ച് എടുക്കും. വറക്കാനുള്ളത്, കറി നിർമ്മിക്കാൻ, അങ്ങനെ സാധനങ്ങളാണെങ്കിലും പറഞ്ഞാൽ മതി. ഇല്ലെന്നൊന്ന് പറയണം നമ്മൾ. അത് നേരത്തെ എന്നോട് പറയുമ്പോൾ ഇല്ലാത്ത സാധനം നേരത്തെ പറയണമെന്ന്. അങ്ങനെ കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുവാ. ജിസ്മോളുടെ വീട്ടിൽ നിന്ന്, അതായത് ഭർത്തൃ വീട്ടിൽ നിന്ന് ചേച്ചി ജോലിക്ക് നിൽക്കുന്ന, അതായത് ചേച്ചി ഇപ്പൊ വേലക്കായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, ആ വീട്ടിൽ നിന്ന് ജിസ്മോള് സ്വന്തം വീട്ടിലേക്ക് പോയി അങ്ങനെ താമസിക്കാറുണ്ടായിരുന്നോ? വീട് വിട്ടു അമ്മയൊന്നുമില്ല, അങ്ങനെ പോകാറില്ല. ഇനി കല്യാണത്തിലേ പോയിട്ടുള്ളൂ. അങ്ങനെ മനസ്സിലായില്ല. ഈ ഒരു സ്ത്രീയുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം ഇവർ പകുതി മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവർ ഒളിക്കുവാണ്, അതായത് ഇവർ പേടിക്കുവാണ്. ഇവർക്ക് ഈ പറയുന്ന പോലീസും കാര്യങ്ങളിലോട്ടൊക്കെ വരാനായിട്ടുള്ള പേടി. ഇവരെ നല്ല വിശദമായിട്ട് ഇവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സ്ത്രീക്ക് ഒരുപാട് സത്യങ്ങൾ അറിയാം. ഇവർ മനഃപൂർവ്വം പറയാത്തതാണ്. ഈ ഒരു വോയിസ് ഏകദേശം 10-20 മിനിറ്റുള്ളൊരു വോയിസാണ്. ആർട്ട് ഫാർമർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഇതിൻ്റെ ഫുൾ വീഡിയോ കിടപ്പുണ്ട്. നിങ്ങൾ പോയി കാണുക. ആ ഒരു പുള്ളി ഇതിനെ പറ്റിയിട്ട് നിരന്തരം വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു വോയിസിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങളെല്ലാം. എന്തായാലും ഇത് ഇവരെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാലേ കൂടുതൽ വിവരങ്ങൾ കിട്ടത്തുള്ളൂ. എന്തായാലും ഇനി ഈ ഒരു വിഷയത്തിൽ ഇന്നലെ സഹോദരൻ പ്രതികരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അപ്പം എൻ്റെയും ചേച്ചിയും ഞാനും വെയിറ്റ് ചെയ്യണം. ഇന്നലെ രാത്രിയാണ് എൻ്റെ മൂത്ത ചേച്ചി വന്നത്. ചേച്ചി വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചിയോട് ഇടയ്ക്ക് 1-2 തവണ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേ. എൻ്റെ 2 ചേച്ചിമാരെയും കല്യാണ സമയത്ത് പപ്പ ഞങ്ങൾക്ക് 3 പേർക്കായിട്ടുള്ളൊരു ഓഹരി ഷെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് കുറഞ്ഞു പോയെന്നും പറഞ്ഞ്, മീൻസ് ഇൻഡയറക്റ്റായിട്ടല്ല, ഇൻഡയറക്റ്റായിട്ട് അവർ പറയുമായിരുന്നു, ഞങ്ങളുടെ ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ചേച്ചിയുടെ കളറിൻ്റെ പേര് പറഞ്ഞ് കുറേ നേരം ആക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ. പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കോവിഡിൻ്റെ 2019 കോവിഡ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് UK മൂത്ത സഹോദരി കെയർ വിസയ്ക്ക് പോയി. ആ മൂത്ത സഹോദരി ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ പുള്ളിക്കാരി കെയർ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് വരെ
പുള്ളിക്കാരിയെ കെട്ടിച്ചു വിട്ടിരുന്നത് അറുന്നൂറ്റിമംഗലത്താണ്. അറുന്നൂറ്റിമംഗലത്ത് അവിടെ കെട്ടിച്ചു വിട്ട വീട്ടിൽ പുള്ളിക്കാരി പോകത്തില്ല. പുള്ളിക്കാരി ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് പുള്ളിക്കാരിയും ഈ പുള്ളിക്കാരിയും അമ്മായിമ്മയെ കൂടി നല്ല രീതിയിൽ ചേച്ചിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അമ്മായിമ്മയും സഹോദരിയും കൂടെ കൂടിയിട്ട് ചേച്ചിയെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. മാനസികമായിട്ടുള്ള ഉപദ്രവം അല്ല, ശാരീരികമായിട്ടും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഈ കളറിനെ പറ്റിയിട്ട് അമ്മായിമ്മ പറയാറുണ്ടായിരുന്നെന്ന്. ഇനി ഈ അമ്മായിമ്മയെ പറ്റിയിട്ട് അവരുടെ നാട്ടിലെ, അതായത് മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ കുടുംബമാണ്, ഈ കുടുംബത്തിലെ ഈ മാതാവ് എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു. അവർ വളരെ ക്രൂരമായ വിനോദം നടത്തുന്നയാളാണ് ഈ ജിസ്മോളോട്. കാരണം അവരെ കുറിച്ച് നാട്ടിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ മോശമായൊരു സ്വഭാവമുള്ള സ്ത്രീയാണ്. എല്ലാവരെയും ഇതുപോലെ ഹരാസ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീയാണ്. അവരെ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ഞങ്ങളോട് സൂചിപ്പിച്ചു, വളരെ ക്രൂരമായൊരു ടീച്ചറായിരുന്നു എന്ന് അവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി അവിടെ ചെന്നപ്പോൾ ഇവൾ LLB പാസ്സായതാണ്, ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കുട്ടി അവിടെ ഇത്രയും കാലം പിടിച്ചു നിന്നത് ഇന്നല്ലെങ്കിൽ നാളെ നന്നാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോട്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവൾക്ക് നല്ലൊരു ജീവിതം, കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ മാറ്റം വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. ആ കുട്ടികളോടും വിവേചനം കാട്ടിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പറയുന്ന ജിമ്മിയുടെ അമ്മയെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഈ മെമ്പർ വന്നിരുന്ന് പറഞ്ഞത്. ശരിക്കും അവരെ പറ്റിയിട്ട് ഇത് തന്നെയാണ് ആ നാട്ടിലുള്ള എല്ലാവർക്കും അഭിപ്രായം. ഇപ്പം പുറത്ത് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അവരാണ് മെയിൻ വില്ലത്തി എന്നാണ് പറയണത്. അവരിൽ നിന്നാണ് ഈ ജിസ്മോൾ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളും കാര്യങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയും പെരുമാറുന്ന സ്ത്രീകളുണ്ടോ? ശരിക്കും ഒരു പെൺകുട്ടിയൊക്കെ വേറൊരു കുടുംബത്തിലോട്ട് കെട്ടിച്ച് വിടുമ്പോഴത്തേക്ക് ഈ അമ്മായിമ്മമാരെന്ന് പറയുമ്പോഴത്തേക്ക് സ്വന്തം മകളായിട്ടാണ് അവരെയൊക്കെ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള വേലയാണോ കാണിക്കുന്നത്? ശരിക്കും ഇവരെയൊക്കെ കസ്റ്റഡിയിലെടുക്കണം. ഒരു രീതിയിലുള്ള ഒരു മാനുഷിക പരിഗണനയും കൊടുക്കരുത്. ഇവർക്ക് അസുഖമുണ്ട് അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള മാനുഷിക പരിഗണനയും കൊടുക്കരുത്. കാര്യം ഇവരെല്ലാം ഇതിന് കുറ്റക്കാരിയാണ്. ഇത് ആത്മഹത്യാ ശ്രമമല്ല, ഇതൊരു കൊലപാതകം തന്നെയാണത്. ഒരു സ്ത്രീയെ ജീവിക്കാൻ സമ്മതിക്കാതെ മാനസികമായിട്ട് ശാരീരികമായിട്ട് വിട്ട് ദ്രോഹിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ ഈ ജിസ്മോളുടെ വീട്ടുകാരുടെ ഭാഗത്തും തെറ്റുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ജിസ്മോളുടെ അച്ഛൻ, പുള്ളിക്കാരനെല്ലാം ഒരു കോംപ്രമൈസിങ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അയാളൊക്കെ ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ട് പ്രതികരിക്കണമായിരുന്നു. അയാൾ തിരിച്ച് UK പോയിട്ട് അങ്ങോട്ട് 17 ദിവസം കണ്ടായിട്ടേ ഉള്ളൂ. ആ ഒരു വ്യക്തിക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാം, ആ ഒരു വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ അങ്ങേര് ഇതെല്ലാം കേട്ടും കണ്ടും കണ്ണടച്ചിരുന്നു. കുഴപ്പമില്ല, എൻ്റെ മകളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. ഇതൊക്കെ അന്നേ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. ബാക്കിയോടെ കേൾക്കാം. പ്രത്യേകിച്ച് ഈ ജിമ്മിയുടെ ഭർത്താവിൻ്റെ സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് അവർ ഭർത്താവിൻ്റെ വീട്ടിലല്ല നിൽക്കുന്നത്. അവരിവിടെ വന്ന് നിൽക്കുകയും ആ നിൽക്കുന്ന സമയത്തൊക്കെ ഇവളെ ശാരീരികമായും മാനസികമായും വളരെയേറെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അന്വേഷണത്തിലൂടെ മാത്രമേ, ഒരു പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കാരണം മറ്റ് തെളിവുകളൊന്നും നമുക്ക് ഇതിന് ലഭ്യമായിട്ടില്ല. പക്ഷേ കൃത്യമായൊരു അന്വേഷണം പോലീസ് നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് ശരിയായ ചോദ്യം ചെയ്താൽ ഇത് വെളിവാകും. അതോടൊപ്പം അവിടെ ഒരു വീട്ടുജോലിക്കാരി ഉണ്ടായിരുന്നു. ആ വീട്ടുജോലിക്കാരിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സാധിക്കും. അപ്പോൾ ആ തെളിവുകളൊക്കെ ശേഖരിക്കപ്പെട്ടാൽ ഈ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കും. കാരണം ഇത്രയും ക്രൂരമായ വിനോദം നടത്തുന്ന ഈ കുടുംബം വളരെ മോശമായിട്ടാണ് ഈ കുട്ടിയോട് പെരുമാറിയിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിൽ ഈ മെമ്പർ പ്രധാനമായിട്ട് വേലക്കാരിയുടെ കാര്യം പറയുന്നുണ്ട്. ആ ജോലിക്കാരിയുടെ സംസാരമാണ് നിങ്ങൾ കുറച്ച് മുന്നേ കേട്ടത്. അതായത് അവർക്ക് യാതൊരു വകയും അറിയത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു അവർ സംസാരിച്ചത്. അവർക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അവരെ ഈ ഒരു വിഷയത്തിൽ കസ്റ്റഡിയിലെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു തീരുമാനമാകത്തുള്ളൂ. കാര്യം അവരാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷി. ആ ഒരു വീട്ടിലെ മൂന്നാമത് പുറത്തുനിന്ന് വരുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജോലിക്കാരിയാണ്. അപ്പം ഇവർക്ക് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ. അവർ മനഃപൂർവ്വം പേടിച്ചിട്ട് അവർ മറയ്ക്കുവാണ് പല കാര്യങ്ങളും. ശരിക്കും ഈ കളറിൻ്റെയൊക്കെ കാര്യത്തിൽ ഈ ഒരു പെൺകുട്ടി അധിക്ഷേപിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് തോന്നുന്നത്. കാര്യം യവൻ എന്തോ പോലെ ഇരിക്കുവാണ്. നിങ്ങൾ ആ കല്യാണ വീഡിയോ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ആ കല്യാണ വീഡിയോ വേണമെങ്കിൽ ഒന്നും കൂടെ കാണിക്കാം. യവനെയൊക്കെ കാട്ടി എന്തൊരു ഭംഗിയാണ് ആ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട്. 2 കാലിൽ മന്തുള്ളവനാണ്, 1 കാലിൽ മന്തുള്ളവനെ കുറ്റം പറയുന്നതിൻ്റെ ഒരു അവസ്ഥയാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇനിയും ഒരു സ്ത്രീകൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ വേറൊരു കാര്യം എടുത്തു പറയാം. ഇങ്ങനെ ഈ പിള്ളേരെ കൂട്ടിയിട്ട് ഈ മരിക്കാനായിട്ട് പോകുമ്പം ആ പിള്ളേർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഒരിക്കലും ഇത്രയും ക്രൂരമായിട്ടുള്ള രീതികളിൽ ഒരു സ്ത്രീകളും കാണിക്കാതിരിക്കുക.
ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.